ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കും യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനുമെതിരെ ഒരു ഹർജിയുമായിട്ട് കപിൽ സിബൽ സുപ്രീം കോടതിയിൽ ചെന്നു. സുപ്രീം കോടതിയിൽ നിന്ന് അവസാനം അത് പിൻവലിച്ച് ഓടേണ്ടി വന്നുല്ലേ? അല്ല, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശ്രീ കപിൽ സിബൽ കോടതിയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം ഈ പൊതുപ്രവർത്തകർക്കും ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രസംഗങ്ങളിൽ, അവരുടെ പബ്ലിക് അപ്പിയറൻസിൽ, പ്രവർത്തനങ്ങളിൽ, അതല്ലെങ്കിൽ അവർ പുറത്തു പറയുന്ന കാര്യങ്ങളിലൊക്കെ പബ്ലിക് സർവൻസിനെ പോലെ, സർക്കാർ ഉദ്യോഗസ്ഥരെ പോലെ തന്നെ ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് നടപ്പിലാക്കണം എന്നായിരുന്നു ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിച്ചത്. മറ്റൊന്ന്, അങ്ങനെയുള്ള സ്പീച്ചുകൾ, അതല്ലെങ്കിൽ അവർ സമൂഹത്തിൽ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ ഉന്നയിക്കുന്ന അഭിപ്രായങ്ങൾ, ഇതിനൊക്കെ നിയന്ത്രണം കൊണ്ടുവരണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. ശ്രീ കപിൽ സിബലിനെ പോലെ മുതിർന്ന അഭിഭാഷകൻ ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുൻപിൽ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് അതൊരു കേസ് എന്നുള്ള രീതിയിൽ ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റിനെ കുറിച്ച് ആവശ്യപ്പെടുമ്പോൾ സാധാരണ നിലക്ക് അതിനൊരു വെയിറ്റേജ് കിട്ടേണ്ടതാണ്, അതല്ലെങ്കിൽ അത് നടപ്പിലാക്കി കിട്ടാൻ വേണ്ട ഒരു സാധ്യത കാണേണ്ടതാണ്. പക്ഷേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതിലെടുത്ത നിലപാട് നിയമപരമായി, അതുപോലെ തന്നെ അദ്ദേഹം ഉന്നയിച്ച വിഷയത്തോടുള്ള ഒരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് മുന്നോട്ട് വച്ചത് സെലക്റ്റീവായി അഭിപ്രായങ്ങൾ രൂപപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, സമൂഹത്തിൽ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശം ഏതൊരാൾക്കും ഉള്ളതുപോലെ തന്നെ ഭരണകർത്താക്കൾക്കുമുണ്ട്, ഏതൊരാൾക്കുമുണ്ട്. അതിലൊരു കോഡ് ഓഫ് കോണ്ടക്റ്റ് കൊണ്ടുവരിക എന്നുള്ളത് നിയമപരമായും നിലവിലെ സാഹചര്യത്തിലും അങ്ങനെ ഒരു പ്രൊസീജിയർ ഇല്ല. ഏതൊരാളും തെറ്റായൊരു നടപടി ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ഡിഫാമേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ, ഒരു ഹെയ്റ്റ് സ്പീച്ച് നടത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പബ്ലിക്കിനെ എഫക്റ്റ് ചെയ്യുന്ന സ്പർദ്ധയുണ്ടാക്കുന്ന ഒരു പ്രസംഗം നടത്തിക്കഴിഞ്ഞാൽ, പബ്ലിക്കേഷൻ നടത്തിക്കഴിഞ്ഞാൽ, അതിനൊക്കെ നമ്മുടെ രാജ്യത്ത് നിയമ സംവിധാനമുണ്ട്. കേസെടുക്കാൻ വേണ്ടി, അതിൽ പരാതി ഉണ്ടായാൽ കേസെടുക്കാനുള്ള സംവിധാനമുണ്ട്, നടപടികൾ നടത്താനുള്ള സംവിധാനമുണ്ട്, ഡിഫാമേഷൻ കേസ് പോകാനുള്ള സാഹചര്യമുണ്ട്. അതെല്ലാം നിലനിൽക്കെ പുതുതായൊരു കോഡ് ഓഫ് കോണ്ടക്റ്റ് കൊണ്ടുവരിക എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളതാണ്. ശ്രീ കപിൽ സിബലിനെ പോലുള്ള മുതിർന്ന അഭിഭാഷകർ ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കൊണ്ടുവരുമ്പോൾ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നിലപാട് പല വിഷയങ്ങളിലും എന്താണ് എന്നുള്ളത് നോക്കണ്ടേ. കഴിഞ്ഞ ഒരു 4-5 വർഷക്കാലത്തിനിടയിൽ, പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടത്തിന് ശേഷം, ആ കാലഘട്ടങ്ങളിലും അദ്ദേഹം വ്യക്തിപരമായും അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായും ഉന്നയിച്ചിട്ടുള്ള പല ആരോപണങ്ങളും, വസ്തുതയില്ലാത്ത പല വിഷയങ്ങളും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അടക്കമുള്ള സ്ഥലങ്ങളിൽ പോവുകയും പരാജയപ്പെടുകയും കേസ് നടത്തപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള സാഹചര്യമാണ്. മാപ്പ് പറയുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അടക്കം നിരവധി ഹൈക്കോടതികളിൽ, കർണാടകത്തിലാണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും ഒക്കെ നിരവധി കേസുകൾ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പരാതികൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പോലീസിൽ പരാതി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ നേതാവായിരുന്ന ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതാവല്ല, പക്ഷേങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ തന്നെ നേതാവായിരുന്ന ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ എത്രയോ ഘട്ടങ്ങളിൽ ഈ തരത്തിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയും ആ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ കോടതിയുടെ മുൻപിൽ വരികയും അത് കൃത്യമായി കോടതി താക്കീത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് തെറ്റായൊരു കാര്യം പ്രചരിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ ശ്രീ കപിൽ സിബൽ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് നിഷ്കരുണം തള്ളിക്കളയാണ് ചെയ്തത്. അതിൻ്റെ ഒരു കാരണം അദ്ദേഹം ഉന്നയിച്ചതിന് മെറിറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഹർജി പിൻവലിക്കേണ്ടി വന്നത്. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതല്ലെങ്കിൽ മെറ്റീരിയൽസ് ഇല്ലാതെ, കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന വിഷയങ്ങളില്ലാതെ, നിയമപരമായും വസ്തുതാപരമായും ഏതെങ്കിലും തരത്തിൽ നടപടികൾ സ്വീകരിക്കാനുള്ള സാഹചര്യമില്ലാത്തൊരു വിഷയവുമായി കോടതിയിലേക്ക് പോയാൽ അതിനൊരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോമായി ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ ഇതാണ് ഫലം. അതുപോലെ യോഗിയും ഹിമന്ത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരാണ്. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സൂചിപ്പിച്ചല്ലോ. അവർ ജനങ്ങൾ അംഗീകരിക്കുന്ന, സമൂഹം അംഗീകരിക്കുന്ന ഭരണകർത്താക്കളാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതി കമൻറ്റ് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ആ തരത്തിലൊരു നടപടി ഉണ്ടാകുമ്പോൾ അതിനെ സംബന്ധിച്ച് തെറ്റായൊരു വിവരങ്ങൾ പുറത്തേക്ക് കൊടുക്കുക, അതായത് ഡിഫെയിം ചെയ്യുക. യഥാർത്ഥത്തിൽ കോടതിയെ ഉപയോഗിച്ചുകൊണ്ട് ഡിഫെയിം ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയത്. ആ ശ്രമം പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ഹർജി പിൻവലിക്കേണ്ടി വന്നത്. ഇല്ലെങ്കിൽ തക്കതായിട്ടുള്ള ഒന്നുകിൽ അതിനകത്ത് പിഴ വരാനുള്ള സാധ്യതയുണ്ടാകും, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകും. ഇവിടെ പ്രധാനമായിട്ടും സംഭവിച്ചത് മെറ്റീരിയൽസ് ഇല്ലാതെ കോടതിയിൽ പോയി ഒരു വാദം നടത്തി, അല്ലെങ്കിൽ ഒരു വിഷയം ഉന്നയിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം
ശ്രീ യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചാണെങ്കിലും ബഹുമാനപ്പെട്ട യു പിയുടെ മുഖ്യമന്ത്രി, ആസാമിൻ്റെ മുഖ്യമന്ത്രി, അവർ എക്സിലൊരു പോസ്റ്റ് ഇട്ടു എന്നുള്ളതിൻ്റെ പേരിലാണ് അദ്ദേഹം ഈ വിഷയമെല്ലാം ഉയർത്തപ്പെട്ടു പോയത്. അപ്പോൾ ഒരു 2 പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാർ മാത്രമല്ല, രാജ്യത്ത് ഏറ്റവും സുതാര്യമായി അതോടൊപ്പം തന്നെ അഴിമതിരഹിതമായി ഒപ്പം തന്നെ വികസനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന സർക്കാരുകളാണ് ആസാമിൻ്റേതാണെങ്കിലും യു പിയുടേതാണെങ്കിലും. യു പിയിൽ കഴിഞ്ഞ എത്രയോ നാളുകളായി വലിയ വികസന സാധ്യതകളും അതോടൊപ്പം തന്നെ വലിയ സാമ്പത്തിക ക്രയവിക്രയവും നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതെ. പ്രത്യേകിച്ച് നമ്മുടെ ഇക്കോണമിയുടെ ഒരു വോളിയം നോക്കിക്കഴിഞ്ഞാൽ, യു പിയുടെ ഇക്കോണമിയുടെ ഒരു വോളിയം നോക്കിക്കഴിഞ്ഞാൽ യു പിയുടെ ഇക്കോണമി ഏതാണ്ട് പാകിസ്ഥാൻ്റെ ഇക്കോണമിക്ക് തുല്യമാണ്. പാകിസ്ഥാൻ്റെ അധികം വരും. അതിലും വരും. പാകിസ്ഥാൻ്റെ ജനസംഖ്യയും പാകിസ്ഥാൻ്റെ ഇക്കോണമിയോടും ഏകദേശമുണ്ട് യു പിയുടെ തന്നെ ഇക്കോണമി. അപ്പോൾ അത്രയും വലിയ തരത്തിലുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചാണ്, ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചാണ്, പാകിസ്ഥാൻ്റെ ജനസംഖ്യയും യു പിയുടെ ജനസംഖ്യയും ഏതാണ്ട് യു പിയിലാണ് കൂടുതൽ. അപ്പോൾ സ്വാഭാവികമായും അത്രയും വലിയ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിക്കെതിരെയാണ് ഈ കേസുമായി പോകുന്നത്. അതുകൊണ്ട് തെറ്റൊന്നുമില്ല, നിയമപരമായി ഭരണഘടനാപരമായി ചോദ്യം ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിന് വേണ്ട വസ്തുതയുണ്ടാകണം, അതിന് വേണ്ട കാരണമുണ്ടാകണം, കാര്യമുണ്ടാകണം. ഇവിടെ കാരണവുമില്ല, കാര്യവുമില്ല, വസ്തുതയുമില്ല, ഒന്നുമില്ല. പകരം അദ്ദേഹത്തെ പോലുള്ള കോടതിയെ ഒരു പെറ്റീഷനുമായി സമീപിക്കുമ്പോൾ സ്വാഭാവികമായും അതിലെടുക്കേണ്ട ഒരു ജാഗ്രതയുണ്ട്. ആ ജാഗ്രത കുറവുണ്ടായി എന്നുള്ളതുകൊണ്ടാണ് പിൻവലിക്കേണ്ടി വന്നത്. അതിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഈ മുഖ്യമന്ത്രിമാർക്കെതിരെ, യു പി മുഖ്യമന്ത്രിക്കെതിരെയാണെങ്കിലും അസം മുഖ്യമന്ത്രിക്കെതിരെയാണെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു നടപടിയോ ഏതെങ്കിലും തരത്തിലൊരു നോട്ടീസ് പോലും അയക്കാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു നടപടിയുമായിട്ടാണ് പോയത്. കോടതി അതിനുവേണ്ടി ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് കോടതി ഗൗരവത്തോടു കൂടിയാണ് കണ്ടത്. അതുകൊണ്ടാണ് അത് വിമർശനാത്മകമായി കോടതി എടുക്കുകയും അതിൽ ശക്തമായിട്ടുള്ള നിലപാട് കോടതി മുന്നോട്ട് വെക്കുകയൊക്കെ ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിൻവലിക്കേണ്ടി വന്നത്. അവിടെ രാജ്യത്ത് ഇപ്പോൾ അടുത്ത കാലത്തായി നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ സർക്കാരിനെ വിമർശിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നൊരു നടപടിയുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രിക്കെതിരെയാണെങ്കിലും മന്ത്രിമാർക്കെതിരെയാണെങ്കിലും, ഉദാഹരണം പ്രസിഡന്റിനെതിരെ വരെ, ഇന്ത്യൻ പ്രസിഡന്റിനെതിരെ വരെ, സൈന്യത്തിനെതിരെ വരെ, സർവ്വസൈന്യാധിപന്മാർക്കെതിരെ വരെ, ആർമി ചീഫിനെതിരെയൊക്കെ എത്രയോ സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി. പ്രത്യേകിച്ച് കാർഗിൽ വാർ നടക്കുന്ന സമയത്ത് നടത്തിയതുപോലെ തന്നെ അത് ഏതാണ്ട് സമാനമായ രീതിയിലാണ് പുൽവാമ ആക്രമണത്തിന് ശേഷം രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന അയൽ രാജ്യങ്ങൾക്ക്, അതായത് ശത്രു രാജ്യങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടാവുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയത്. അതൊരു രാഷ്ട്രീയമല്ല, അത് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ്, ശത്രുക്കളെ സഹായിക്കുന്നതാണ്. രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നിലനിൽപ്പുമായി ബന്ധപ്പെട്ട്, സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സാമ്പത്തികവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഒപ്പം തന്നെ വ്യാപാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നിലനിൽക്കുന്ന വിഷയങ്ങളിൽ തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകൾ ഇറക്കുന്നു. ഉദാഹരണത്തിന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വാങ്ങൽ കൊടുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ ആരോപണങ്ങൾ ഉന്നയിച്ചു. അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറിനെ സംബന്ധിച്ച്, അമേരിക്കയുമായിട്ടുള്ള ടാക്സിനെ സംബന്ധിച്ച്, ഒപ്പം തന്നെ യൂറോപ്യൻ യൂണിയനുമായി ഉണ്ടാക്കിയ കരാറിനെ സംബന്ധിച്ച്, ഗൾഫ് മേഖലയുമായി ഉണ്ടാക്കിയ കരാറിനെ സംബന്ധിച്ച്, റഷ്യയുമായിട്ടുള്ള കരാറിനെ സംബന്ധിച്ച്, ഈ തരത്തിൽ നമ്മുടെ രാജ്യം ഒരു വികസനത്തിൻ്റെ പാതയിലേക്ക് പോകുന്ന ഏത് ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റിയുടെ പ്രോസസ്സ് ഇൻ്റർനാഷണൽ രംഗത്ത് നടന്നാലും അതിനെയെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പ്രചരിപ്പിക്കാൻ, ഇല്ലാത്ത വസ്തുതകൾ പ്രചരിപ്പിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള വസ്തുതകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അത് ഒരു ഹെയ്റ്റ് സ്പീച്ചിൻ്റെ രീതിയിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് തത്തുല്യമായ രീതിയിലാണ് പ്രസ്താവനകൾ നടത്തുന്നത്. അങ്ങനെയുള്ള ആളുകളെ, അങ്ങനെയുള്ള രാഷ്ട്രീയ നേതൃത്വം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ശ്രീ കപിൽ സിബലിനെ പോലെ മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവും ഒപ്പം തന്നെ മുതിർന്ന അഭിഭാഷകനുമായിട്ടുള്ള അദ്ദേഹം ഈ തരത്തിലുള്ളൊരു ഹർജിയുമായി പോകുന്നത്. സ്വാഭാവികമായും സുപ്രീം കോടതി അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട്, ആ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അത് പരിശോധിക്കുകയും ഒപ്പം തന്നെ അത് പരിഗണനാർഹമല്ല എന്ന് പറഞ്ഞ് നിരാകരിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി. അപ്പോൾ സ്വാഭാവികമായ ഹർജി പിൻവലിക്കല്ലാതെ വേറെ മാർഗമില്ല. അത് ഉയർത്തിയ വിഷയം, അതിലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ എന്ന് പറയുന്നത് ഹെയ്റ്റ് സ്പീച്ചുമായി ബന്ധപ്പെട്ടാണ്, വീഡിയോ പോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഭരണാധികാരികൾ അത് ശ്രദ്ധിക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ അത് ഒരു ആൾക്ക് മാത്രമോ രണ്ടാൾക്ക് മാത്രം ഒതുങ്ങുന്നതല്ല. അങ്ങനെ വരുമ്പോൾ പൊതുവായി ഈ തരത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ, കോൺഗ്രസിൻ്റെ നിരവധി നേതാക്കന്മാർ, എത്രയോ നേതാക്കന്മാർ ഈ തരത്തിൽ തെറ്റായ പ്രസ്താവനകൾ, തെറ്റായ വിവരങ്ങൾ, തെറ്റായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലടക്കം അത് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും
മറ്റ് മാധ്യമങ്ങൾ വഴിയാണെങ്കിലും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് സർക്കാരിനെ ഡിഫൈൻ ചെയ്യുക, സെൻട്രൽ ഗവൺമെൻറ്റിനെ ഡിഫൈൻ ചെയ്യുക, BJP സർക്കാരുകളെ ഡിഫൈൻ ചെയ്യുക. അത് BJP എന്ന് മാത്രമല്ല ഏതൊരു സർക്കാരിനെയാണെങ്കിലും ആ തരത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നതും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഗുണകരമായൊരു കാര്യമല്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് രാഷ്ട്രീയത്തിൽ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന് നടപടി ഉണ്ടാകണമെന്ന് കപിൽ സിബൽ ആവശ്യപ്പെട്ടത് ശരിയായ കാര്യം തന്നെയാണ്. പക്ഷേ അതൊരു വിഭാഗത്തിന് മാത്രമല്ല, എല്ലാ വിഭാഗങ്ങൾക്കും ബാധകമാകണം. അദ്ദേഹം ആ കൂട്ടത്തിൽ കേരളമടക്കമുള്ള സർക്കാരുകളെ കൂടി പെടുത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി അതിന് സംഘത്തിലുണ്ടാകുമായിരുന്നു തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ. ഇപ്പോൾ കേരളത്തിൽ ഈ തരത്തിൽ തെറ്റായ എത്ര വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നു, മന്ത്രിമാരടക്കമുള്ള ആളുകൾ അതെ. ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു, ഉണ്ട് എന്ന് പറയുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്വാഭാവികമായും ഒരു പാർട്ടിസൺ പൊളിറ്റിക്സ് എന്നുള്ള രീതിയിലേക്ക് വരുന്നത് കൊണ്ടാണ് നിരാകരിക്കപ്പെട്ടത്. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ അതിൽ നിലപാട് സ്വീകരിച്ചു. അതിൽ പിന്തിരിഞ്ഞോടേണ്ട സാഹചര്യമുണ്ടായി.